മ്യാൻമറിലെ രഖൈൻ സ്റ്റേറ്റിൽ പോരാടുന്ന വംശീയ പ്രതിരോധ സേനയാണ് അരക്കൻ ആർമി എന്ന് പറഞ്ഞാൽ ഈ രഖൈൻ സ്റ്റേറ്റിൻ്റെ ഏതാണ്ട് പൂർണ്ണമായ ആധിപത്യം ഇപ്പോൾ അരക്കൻ ആർമിയുടെ കയ്യിലാണ്. അവർ അവിടെയുള്ള രോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു, കുറേ പേരെ കൊന്നുകളയുന്നു. അങ്ങനെയുള്ള യുദ്ധ കുറ്റകൃത്യങ്ങൾ ഇവർക്ക് മേൽ ആരോപിക്കപ്പെടുന്നു. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് ഈ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 2 ലക്ഷത്തോളം വരുന്ന രോഹിംഗ്യകൾ ക്ഷാമം നേരിടുന്നു, പട്ടിണി നേരിടുന്നു, അവർ കുടിയേറ്റത്തിൻ്റെ ഭീഷണി നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്ന അരക്കൻ ആർമിക്കെതിരെ നടപടി വേണമെന്നാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ആവശ്യപ്പെടുന്നത്. ഒരു പക്ഷേ അമേരിക്കയുടെ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണോ ഇത്തരം നീക്കമെന്ന് ഒരു സംശയം ഉയരുന്നുണ്ട്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് വടക്കൻ രഖൈനിൽ മാനുഷിക സഹായം വേണമെന്ന് UN സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അന്റോണിയോ ഗുട്ടറസിൻ്റെ ഈ പ്രസ്താവനയും ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ പുതിയ ഒരു ഉത്തരവും വന്നതോടുകൂടി ഇതിനകത്ത് അമേരിക്കയുടെ കളി ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.